വിശ്വാസ സത്യങ്ങൾ സ്നേഹത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്നു. കത്തോലിക്ക സഭയിലെ ഒരു മതാധ്യാപകൻ എന്ന നിലയിൽ എൻ്റെ ദൗത്യത്തിലും നിയോഗത്തിലും ഞാൻ അഭിമാനിക്കുന്നു. ഉത്തമ കത്തോലിക്കൻ എന്ന നിലയിൽ ജീവിക്കാമെന്ന് ദൈവനാമത്തിൽ ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. എൻ്റെ വിശ്വാസവും പ്രവൃത്തിയും തമ്മിൽ പൊരുത്തക്കേടുണ്ടാകുന്ന ഒന്നിലും എന്നോടുകൂടി ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും ഇന്ന് ഫെബ്രുവരി 9, 2025. ഇന്ന് ഇൻഫന്റ് ജീസസ് ജ്ഞാനായ കാത്തലിക് മിഷൻ പെർത്തിനെ സംബന്ധിച്ചിടത്തോളം വളരെ അഭിമാനിക്കാവുന്ന ഒരു ദിവസമാണ്. കാരണം ഇന്ന് നമുക്ക് ഇവിടെ വേദപാഠം നമ്മുടെ കുട്ടികൾക്ക് ഇന്നിവിടെ വേദപാഠം തുടങ്ങിയിരിക്കുകയാണ്. അപ്പോൾ സാലച്ചൻ ചേട്ടനാണ് ഇന്ന് നമ്മുടെ വേദപാഠത്തിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറയുന്നത്. സാലൻ ചേട്ടനാണ്. അതുപോലെ ഇവർ 3 പേരും നമുക്ക് ഇന്ന് നമ്മളോട് ഇവർ 3 പേരും നാട്ടിൽ അധ്യാപകരായിട്ട് വർക്ക് ചെയ്തവരാണ്, ഇവിടെ അധ്യാപകരായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. അപ്പോൾ സാലൻ ചേട്ടാ, നമ്മൾ ഈ വേദപാഠം കൊണ്ട് ഇതിൻ്റെ ഒരു വിഷൻ അല്ലെങ്കിൽ നമുക്കൊരു എന്തെങ്കിലും ഒരു വിഷൻ ഉണ്ടാകും. എന്തായിരിക്കും ഈ വേദപാഠം കൊണ്ടുള്ള ഉദ്ദേശിക്കുന്നത്? എന്തിനു വേണ്ടിയാണ്? നമ്മുടെ പുറത്തിലെ ജ്ഞാനായ സമൂഹത്തിൻ്റെ അഭിമാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ദിനമാണ് ഇന്ന്. കാരണം നമ്മൾ ഒത്തിരി നാളായി നോക്കിയിരുന്ന ആ ദിനം ഇന്ന് തുടങ്ങിയിരിക്കുകയാണ്, വേദപാഠം. അപ്പോൾ ഈ വേദപാഠം വഴി നമ്മൾ ഈ കുഞ്ഞുങ്ങൾക്ക് നമ്മുടേതായ വിശ്വാസത്തിലും നമ്മുടേതായ സഭയുടെയും സമുദായത്തിൻ്റെയും ഒരു ഒരുമിച്ച് വരാനുള്ള ഒരു അവസരമായിട്ടാണ് ഇതിനെ എടുക്കുന്നത്. അത് അങ്ങനെ പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾക്ക് തന്നെ മുന്നോട്ടും അവരുടെ ജീവിതത്തിലേക്ക് വരാനായിട്ടുള്ള ഒരു നാട്ടിലെ അതേ ഒരു ഫീൽ അല്ലേ? നാട്ടിൽ നമ്മൾ പള്ളിക്ക് മുമ്പ് അല്ലെങ്കിൽ പള്ളി കഴിഞ്ഞിട്ടുള്ള വേദപാഠം അത് ഇവിടെയും നമ്മൾ സഫലമാക്കിയിരിക്കും. അതെ. അപ്പോൾ അതിൽ നമുക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാവുന്ന ഒരു ദിവസം തന്നെ. നിങ്ങളുടെ ഇനീഷ്യേഷൻ ഉണ്ട് അതിൽ ഒത്തിരി മുമ്പിൽ. അതുപോലെ നമ്മുടെ അച്ഛൻ ജോസഫ് അച്ഛൻ നമ്മൾ ഒത്തിരി അതിനുണ്ട്. അപ്പോൾ വളരെ ഇതായിട്ടുള്ളതാണ്. നമുക്ക് ഒരു കൂട്ടായ നേതൃത്വമാണ് ഇതിൻ്റെയൊക്കെ മുമ്പിൽ. നമ്മുടെ ജോസഫ് അച്ഛൻ വളരെ വൈബ്രൻ്റായ ഐഡിയാസോടുകൂടിയുള്ളതാണ്. അതോടൊപ്പം തന്നെ ഇവിടെ കൂടെയുള്ള ജോൺ സ്റ്റീവൻ കമ്മ്യൂണിറ്റി, പിന്നെ ഇവിടെ ജോയി മാഷ, ഇവരെല്ലാവരും കൂടെ വളരെ ഒരുമിച്ച് ഇത് ഭംഗിയായിട്ട് നമ്മൾ കൊണ്ടുപോകാനായിട്ടാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ താങ്ക് യു. അതുപോലെ ജോണി ചേട്ടൻ എനിക്ക് തോന്നുന്നു എത്ര വർഷം, എനിക്കൊന്ന് വെസ്റ്റേൺ ഓസ്ട്രേലിയയിലെ ആദ്യത്തെ മലയാളി എനിക്ക് തോന്നുന്നത് ജോണി ചേട്ടനാണെന്ന് തോന്നുന്നു. സാർ അധ്യാപകനായിട്ട് വന്ന ഏത് വർഷം അവിടെ ഓസ്ട്രേലിയ വന്നത്? 1997 ഓസ്ട്രേലിയ വന്നതാണ്. നമ്മളൊന്ന് ഓസ്ട്രേലിയ നിന്ന് പോയിട്ട് ചിന്തിക്കുന്നതിൻ്റെ മുമ്പ് ഇവിടെ ഓസ്ട്രേലിയ കാലുകുത്തിയ ആളാണ്. അപ്പം നമുക്ക് ഇന്നിവിടെ വേദോപദേശം തുടങ്ങിയിരിക്കുന്നു. വെരി ഗുഡ്. നമ്മുടെ പിള്ളേർക്ക് നമ്മുടെ പ്രത്യേകമായിട്ട് ജ്ഞാനായ കൾച്ചറും നമ്മുടെ പള്ളിയുടെ കാര്യങ്ങളെല്ലാം പഠിപ്പിക്കാനായിട്ടുള്ള ഒരു നല്ലൊരു സാഹചര്യമാണ്. അതുകൊണ്ട് നമ്മൾ അത് വളരെ സന്തോഷമാണ് ഇന്ന്. താങ്ക് യു. അപ്പോൾ ജോജി മാഷ്, അതുപോലെ ജോജി മാഷ് ഒരു അധ്യാപകനാണ്. അപ്പോൾ ഈ ഒരു വേദോപദേശം തുടങ്ങി അതിനെപ്പറ്റി എന്ത് ഫീൽ ചെയ്യുന്നു? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് തോന്നുന്നത് ഏതൊരു സമൂഹത്തിൻ്റെയും വളർച്ച എന്ന് പറയുന്നത് അത് വിശ്വാസത്തിൽ അധിഷ്ഠിതമാണ്. എസ്പെഷ്യലി യങ്സ്റ്റേഴ്സാണ് ഒരു സമൂഹത്തിൻ്റെ വളർച്ചയെ സൂചിപ്പിക്കുന്നത്. അവർക്ക് ശരിയായ രീതിയിൽ അവരെ ശരിയായ ദിശയിൽ നയിക്കുക എന്നുള്ളതാണ് നമ്മുടെ കടമയും നമ്മുടെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആ നിലയ്ക്ക് ഈ വിശ്വാസ പരിശീലനം എന്ന് പറയുന്നത് ശരിക്കും അതായത് ഭാവിയിൽ അവരെന്തായി തീരണം, അല്ലെങ്കിൽ നമ്മുടെ കാരണവന്മാർ നമ്മളെ പഠിപ്പിച്ച കാര്യങ്ങൾ, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ നിലനിൽക്കുന്നത്. നമുക്ക് അതിനുള്ള ഭാഗ്യം കിട്ടി. ആ ഭാഗ്യം പിള്ളേർക്ക് നമ്മളോട് അത് അടുത്ത തലമുറ കൈമാറാൻ ഏറ്റവും നല്ല മാധ്യമമാണ് വിശ്വാസ പരിശീലനം. വിശ്വാസം പിന്നെ ഒരു കാര്യമല്ല. അപ്പം എല്ലാം വിശ്വാസം ഉണ്ടെങ്കിൽ അത് ദൈവത്തിലേക്ക് അടുക്കാനും
നമ്മുടെ അവരുടെ ഭാവി സുരക്ഷിതമാകാനും അതിൻ്റെ മെയിൻ പോയിന്റ് എന്ന് പറയുന്നത് വിശ്വാസമാണ്. അപ്പോൾ ആ വിശ്വാസ പരിശീലനം എന്തുകൊണ്ട് ജ്ഞാനായത നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റിയൊരു അവസരം ഇത് തന്നെയാണ്. അപ്പോൾ നമ്മളിത് നമ്മളിത് അനുഭവിച്ച് വന്നുകൊണ്ടാണ് നമ്മളിത് ഈ ജ്ഞാനായത പിന്തുടരുന്നത്. ഇവിടുത്തെ പിള്ളേർക്ക് അത് ഒരു സാഹചര്യം ഇത്ര നാളില്ലായിരുന്നു, ഇപ്പോൾ അത് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ എല്ലാത്തിനും ഒത്തിരി നന്ദി ജോണി ചേട്ടാ. താങ്ക് യു മനോജ്. ജോജി മാഷേ, താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നിന്റെ വയലിൽ വിളവ് കൊയ്യുമ്പോൾ ഒരു കറ്റ അവിടുന്ന് മറന്നിട്ട് പോന്നാൽ അതെടുക്കാൻ തിരികെ പോവുകയും അരുത്. A reading from the letter to the Hebrews, chapter 8, verses 1 to 6. Bless the Lord. May Christ bless you. Now the main point is, what we are saying is this: we have such a high priest, one who is seated at the right hand of the throne of the majesty in the heavens. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച കർത്താവിശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 3:22 മുതലുള്ള വാക്യങ്ങൾ. സംരക്ഷിതനായി തീരട്ടെ.